അടിപൊളിയായിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം സെൻറ്റർ പരിചയപ്പെട്ടാലോ? പാലക്കാട് അതിർത്തിയായിട്ടുള്ള കരിങ്കല്ലത്താണിക്കടുത്തുള്ള തൊടുക്കാപ്പുകുന്ന് ഇക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ബസ് റൂട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. മൺഡേ ഹോളിഡേ ആയിട്ടാണ് വരുന്നത്. ബാക്കി എല്ലാ ദിവസവും 9 to 4 PM ഇവിടെ പ്രവർത്തന സമയം തന്നെയാണ്. ഒരാൾക്ക് ടിക്കറ്റിന് 50 റുപ്പീസാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. പേഴ്സണൽ വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ കുറച്ച് ഷോർട്ടാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാനുള്ള ഇരിപ്പിടം, അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെ മൃഗങ്ങൾ, പക്ഷികൾ എന്നീ വിവരങ്ങളുള്ള ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ GK കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അകത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ചായയും സ്നാക്സൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. എന്തായാലും കുറച്ച് ദൂരം നടക്കാനുള്ളത് കാരണം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ കരുതിയിരുന്നു. പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അതേപോലെ തന്നെ ട്രക്കിംഗ് ലവേഴ്സിനും പറ്റിയൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. 2 കിലോമീറ്റർ ഇവിടെ വാക്കിങ്ങിനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഫുള്ള് മുളങ്കാടുകൾക്കിടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. നല്ലൊരു ആംബിയൻസും ഫ്രഷ് എയറും തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല തണലും ഉണ്ട്. നടക്കാൻ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെല്ലെ നടന്ന് ഞങ്ങളൊരു പാറയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. മയിലാടിയമ്പാറ എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ ഹീൽസ് ഇട്ടിട്ട് പോയത് കാരണം കുറച്ച് സേഫ് ആവാൻ വേണ്ടിയിട്ട് പാറ കയറുന്ന സമയത്ത് ചെരുപ്പ് അഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഹീൽസ് ഇടുന്നവർ അതൊന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അതൊന്ന് സ്ലിപ്പറി ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ചുറ്റും നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ചുറ്റും നല്ല ഗ്രീനറിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരുപാട് ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാറക്കെട്ടുകളിലൂടെ പോകാനും ആ ഒരു പ്ലേസ് എൻജോയ് ചെയ്യാനും നല്ല വെയിലാവുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറച്ചൊരു കാട് പോലെയുള്ള മല കയറിയിട്ട് തന്നെയാണ്. കുറച്ചൊന്ന് സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആവുക കാരണം ഇത്തിരി സ്ലിപ്പറി ആവാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് സൂക്ഷിച്ചിട്ട് നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ആ വ്യൂ പോയിൻറ്റിനടുത്ത് എത്താറായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് നടന്ന് മല കയറിയതിന് ഒട്ടും നഷ്ടം തോന്നാത്ത രീതിക്കുള്ള കാഴ്ചകളും ആംബിയൻസും തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. മെൻ്റലി ഒരുപാട് റിഫ്രഷ്ഡ് ആയതിനു ശേഷമാണ് നമ്മൾ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ഇനി മറ്റൊരു സ്ഥലം പരിചയപ്പെട്ടുകൊണ്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തുണ്ടാകുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ.